അബുജയിലാണ് കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ പോർട്ട് ഹാർട്ട്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോവാണ്. ഇവിടെയാണ് ഞാൻ നല്ല താമസ സ്ഥലവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. നല്ല രസമായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന നല്ലൊരു ഏരിയ ആണ്. ഇവിടെ നിന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ അതിലേക്കുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടുത്തെ വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ അബുജ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ പേരും പിന്നെ മാപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള റോഡാണ്. ഇവിടുത്തെ റോഡ് നെറ്റ്വർക്ക് സിസ്റ്റം വളരെ രസമാണ് കേട്ടോ. ഒരു സബ് വേയിൽ നിന്നും മെയിൻ വേയിലേക്ക് കയറുന്നതും പിന്നെ മെയിൻ വേയിൽ നിന്നും സബ് റോഡിലേക്ക് ഇറങ്ങുന്നതും ഒരു ടേണൊക്കെ എടുത്തിട്ട് വളരെ നല്ല രീതിയിലും മികച്ച രീതിയിൽ അവർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ യാത്രയിൽ ധാരാളം മേൽപ്പാലങ്ങളും സബ്വേകളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതും നല്ല ക്വാളിറ്റിയുള്ള റോഡുകൾ തന്നെയാണ്. ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ഈ കാണുന്നത് റോഡ് മുറിച്ച് കിടക്കാനുള്ള പാത്വേ ആണ് കേട്ടോ. നമ്മുടെ മുന്നിൽ വീണ്ടും ഒരു മേൽപ്പാലം അദൃശ്യമായിരിക്കുകയാണ്. അതായത് ഈ വലത്തേക്ക് തിരിഞ്ഞു കയറുന്ന നമ്മൾ ഈ കയറുന്ന റോഡ് നമ്മളിപ്പോൾ ജസ്റ്റ് കണ്ട ആ പാലത്തിലേക്ക് കയറുന്ന റോഡാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി ആ പാലത്തിന് മുകളിലുള്ള റോഡിൽ കൂടിയാണ് നമ്മൾ എയർപോർട്ടിലേക്കുള്ള യാത്ര. സോ ഇവിടുത്തെ ഈ റോഡുകളും ഇവിടുത്തെ ഈ സംവിധാനങ്ങളൊക്കെ വളരെ പ്രശംസനീയമായിട്ടുള്ളൊരു സംവിധാനങ്ങളാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നതാണ്. അങ്ങ് ദൂരെ കാണുന്നത് മുഷൂദ് അബ്യുല്ല നാഷണൽ സ്റ്റേഡിയം ആണ് കേട്ടോ. അതൊരു ഇൻഡോർ സ്റ്റേഡിയമാണ്. സൈക്ലിംഗ് ഉൾപ്പെടെ നിരവധി ഗെയിമൊക്കെ നടക്കുന്നിടമാണ്. ഗൈസ്, ഈ കാണുന്നത് അബുജ സിറ്റി ഗേറ്റ് ആണ് കേട്ടോ. ഇത് 1990 പണി കഴിപ്പിച്ചതാണ്. ഈ രാജ്യത്തിലേക്ക് കടന്നു വരുന്ന അതിഥികളെ അല്ലെങ്കിൽ വിസിറ്റേഴ്സിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നൈജീരിയ ഗവൺമെൻറ് പണി കഴിപ്പിച്ച ഒരു സ്മാരക മണ്ഡപമാണ് കേട്ടോ. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വരുന്ന വിസിറ്റേഴ്സിന് ഫോട്ടോ എടുക്കാനുള്ള ഒരു മെമ്മറി സ്പോട്ട് മാത്രമാണ് കേട്ടോ. അപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ധാരാളം റെസിഡൻഷ്യൽ ഏരിയകളാണ്. പിന്നെ നമ്മുടെ യാത്ര നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മേഘാവൃതമായിട്ടുള്ള ആകാശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇത് നമ്മുടെ യാത്രയെ സാരമായിട്ട് ബാധിക്കാറുണ്ട് കേട്ടോ. ഇന്നത്തെ സാഹചര്യം നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. നമ്മുടെ മുൻപിൽ ഈ പോകുന്ന വാൻ നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക്, അതായത് പൊട്ടാക്കോട്ടിലേക്കുള്ള വാനാണ് കേട്ടോ. ഏകദേശം ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ഇവിടെ നിന്നും. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പം കൂടുതലും കാണുന്ന ഇത്തരം ക്രോസ് വേകൾ അല്ലെങ്കിൽ പാത്ത് വേകൾ വളരെ മനോഹരമാണ് കേട്ടോ. നമ്മൾ ഈ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡുനാമിസ് ഇൻ്റർനാഷണൽ ഗോസ്പൽ സെൻറ്റേഴ്സ് ഗ്ലോറി ഡോമാണ് കേട്ടോ. ഇത് നൈജീരിയയിലെ ഏറ്റവും വലിയ ചർച്ചാണ്. ഏകദേശം 1 ലക്ഷത്തോളം സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഏകദേശം 5 ഏക്കറോളം ഉണ്ട് കേട്ടോ. നമ്മുടെ മനസ്സിനെ കുളിരണിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ വീടുകളുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നോക്കുക, അങ്ങ് ദൂരെ നമുക്ക് റെസിഡൻഷ്യൽ ഏരിയ കാണാം കേട്ടോ. ഇതൊക്കെ ഈ സിറ്റിനെ വളരെ മാറ്റുരയ്ക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. എത്ര മനോഹരമായിട്ടാണ് ഇതെല്ലാം അവർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് നോക്കി. റെസിഡൻഷ്യൽ ഏരിയ, ചില ഗവൺമെൻറ് പ്രൊജക്റ്റുകളൊക്കെയാണിത്. അങ്ങനെ നമ്മൾ ഏകദേശം എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് ഏകദേശം കുറച്ച് സമയങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ എയർപോർട്ടിലേക്ക്. ഈ നേരെ കിടക്കുന്ന വഴി ലഗോസിലേക്ക് പോകുന്ന വഴിയും ഈ ഇടത്തേക്കുള്ള എയർപോർട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം എയർപോർട്ടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഈ എയർപോർട്ട് റോഡൊക്കെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ എയർപോർട്ട് ടോളൊക്കെ കഴിഞ്ഞ് നമ്മൾ മുൻപിലേക്ക് പോവുകയാണ് കേട്ടോ. വേണ്ട വിധത്തിൽ എനിക്കിവിടെ ചിത്രീകരിക്കാൻ സാധിച്ചില്ല. ഇതാണ് ഗൈസ് അബുജ എയർപോർട്ട്. ഇവിടെ ഡൊമസ്റ്റിക് ഇൻ്റർനാഷണലും ഒക്കെ ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല മനോഹരമായിട്ടും വൃത്തിയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു എയർപോർട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അധികം തിരക്കൊന്നും കാണിക്കുന്നില്ല. നമ്മളിപ്പം ഡൊമസ്റ്റിക് ഏരിയയിലോട്ട് പോവുകയാണ്. നമ്മൾ നമ്മുടെ ബാഗ് ഡ്രോപ്പിങ് ചെയ്തിട്ട് നമ്മൾ പോവുകയാണ്. ഇനി നമ്മൾ ബോർഡിങ് ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ്.
Oh, we can use. ഇനി നേരെ പ്ലെയിനിലേക്ക് കേട്ടോ. ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി എല്ലാം കഴിഞ്ഞു. ആദ്യമായിട്ട് ഇങ്ങനെ നടന്നൊക്കെ പോകുന്നത് കേട്ടോ. I don't know. First time I'm going. Manager is there. My manager is there. My manager is there. My office is there. എയർക്രാഫ്റ്റ് പാർക്കിംഗ് കൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. ഈ ചെറിയ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. സോറിയാ Fasten your belt securely. We also recommend that you keep your seatbelt securely fastened throughout this flight. This CRJ700 aircraft is equipped with 4 emergency exits, 2 overwing exits located in the center of the aircraft, and 2 doors located in the front of the aircraft, and they are all clearly marked. You must reach your marks for helping others. Life jackets are stored under your seat. Wearing class use, remove from its pouch, place over your head. നമ്മൾ പോകുന്ന ഫ്ലൈറ്റിൻ്റെ പേരാണ് വാല്യൂ ജെറ്റ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സേഫ്റ്റി ഇൻഫർമേഷൻ കാർഡൊക്കെ ആണിത്. ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ സേഫ്റ്റി ഇൻഫർമേഷൻസ് ഒക്കെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പതിവ് പോലെ നമ്മുടെ ഭാഗ്യത്തിന് നമുക്ക് വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ വിമാനം റൺവേയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് ദൂരെ നോക്കുമ്പോൾ നമുക്ക് അബുജ എയർപോർട്ടിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അവിടെയാണ് വെയിറ്റിംഗ് ഏരിയയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഫംഗ്ഷനും നടക്കുന്ന ആ ഏരിയയിലാണ്. അങ്ങനെ നമ്മളിപ്പം അബുജ എയർപോർട്ടിനോട് ഇവിടെ പറഞ്ഞ് നമ്മൾ പോട്ടാക്കോട്ടിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. ഏകദേശം 1 മണിക്കൂറിന് മുകളിലുള്ള യാത്രയാണ് കേട്ടോ. അതുപോലെ തന്നെ കാലാവസ്ഥ പ്രതികൂലമാണ്, മേഘാവൃതമായിട്ടുള്ള കാലാവസ്ഥയാണ്. എന്തായാലും അവിടേക്ക് ചെല്ലുമ്പോഴുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാവേ. അപ്പം സ്റ്റേ ട്യൂൺ. ഫ്ലൈറ്റിലെ ഇന്നത്തെ ലഘുഭക്ഷണം വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ നമുക്കുള്ള ആഹാരം. ഈ യാത്രകൾ എത്ര സുരക്ഷിതമാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇത് നോക്ക്, ഈ വിമാനത്തിൻ്റെ എന്തോ ഹോൾ അടച്ചിരിക്കുന്നതാണ് കേട്ടോ, ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച്. ഈ ഏരിയകളിലെ ലൈറ്റുകളൊന്നും കത്തുന്നുമില്ല, നോക്ക്. അങ്ങനെ നൈജീരിയയുടെ തലസ്ഥാന നഗരിയായ അബുജയെ വിട്ട് നമ്മൾ പൊട്ടാക്കോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. പൊട്ടാക്കോട്ടും അത്യാവശ്യം വലിയൊരു സിറ്റി ഏരിയ ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പച്ചപ്പും ഒക്കെ നിറഞ്ഞൊരു ഏരിയ ആണ്. എനിക്ക് തോന്നുന്നത് എയർപോർട്ടിൻ്റെ വശങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കാം. ഇവിടുന്ന് നമ്മൾ വീണ്ടും യാത്ര ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നോക്ക്, എത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണല്ലേ. മുഴുവനും പച്ചപ്പും അതിനിടയിൽ കൂടി കിടക്കുന്ന നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡും. എനിക്ക് പറ്റിയൊരു അബദ്ധം ഞാൻ പറയട്ടെ. ഞാനിവിടെ ആദ്യമേ ഞാൻ പറയുന്നത് പോർട്ട് ഹാർട്ട്പോർട്ട് എന്നാണ് കേട്ടോ. പക്ഷേ അങ്ങനെയാണ് എഴുതുന്നതെങ്കിലും ഇവർ വായിക്കുന്നത് ഇവർ പറയുന്നത് പൊട്ടാക്കോട്ട് എന്നാണ് കേട്ടോ. അപ്പം അത് തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് നമ്മൾ സുരക്ഷിതമായിട്ട് പൊട്ടാക്കോട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് ചെറിയ എയർ ടർബുലൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും സുരക്ഷിതമായിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇനിയും പൊട്ടാക്കോട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പോകുന്നത്. The local time is 12 minutes to the hour 5 p.m. Please remain seated and keep the airfare of cabin baggage until the aircraft has come to a complete stop. Ladies and gentlemen, in order to maintain physical distance and to avoid congestion on air, please remain seated until the row in front of you is fully empty before standing up. Please be careful on the aircraft stairs. Also use the handrails as you disembark. Any നോക്കൂ, ആ ചെറിയ വിമാനം യാത്ര പുറപ്പെടുകയാണ് കേട്ടോ. ഇവിടെ പൊതുവെ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന വിമാനങ്ങളൊക്കെ ഇത്തരം ചെറിയ വിമാനങ്ങളൊക്കെയാണ്. നമ്മൾ വന്നിരിക്കുന്നതും ഇതുപോലത്തെ ചെറിയൊരു വിമാനത്തിലാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ സദേൺ പാർട്ട് ഓഫ് നൈജീരിയ പൊട്ടാക്കോട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ കുറച്ച് കാത്തിരിപ്പുകൾക്കൊടുവിൽ ഇതാ നമ്മൾ പൊട്ടാക്കോട്ടിൽ എത്തിയിരിക്കുന്നു. എത്ര മനോഹരം അല്ലേ. അങ്ങനെ നമ്മൾ ബാഗൊക്കെ കളക്ട് ചെയ്ത് നമ്മുടെ സഹോദരന്മാർ നമ്മളെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന താമസ സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഈ പൊട്ടാക്കോട്ടിൻ്റെ മറ്റു യാത്രകളും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.